ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലും ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. സ്നാക്കായിട്ട് മക്കൾക്ക് സ്നാക്ക് ബോക്സിലായിട്ട് കൊടുത്തയക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. മക്കൾസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം കമൻറ്റ് ബോക്സിൻ്റെ അവിടെ കാണുന്ന ഹൈപ്പും കൂടി ചെയ്യാൻ മറന്നു പോവല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറന്നു പോവില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിതപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങി തോല് കളഞ്ഞെടുക്കണം കേട്ടോ. ഞാനിതപ്പോൾ ഒന്ന് പുഴുങ്ങി തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു പൊട്ടറ്റോ സ്മാഷറോ അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഗ്ലാസിൻ്റെ അടിവശം വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തരികൾ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. തരികളില്ലാത്ത രീതിയിൽ വേണം നല്ലപോലെ ഇത് ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. മിക്സർ ജാറിലിട്ട് അടിച്ചെടുക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് അടച്ചെടുത്താൽ മതി. നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. കുക്കറിൽ ഒന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിതപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ചേർക്കരുത്, കുറച്ച് ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ. ഇതിൽ പോരെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. ആ ഉപ്പ് എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് മുഴുവനാണ് ചേർക്കുന്നില്ല. ഞാൻ 250 ml കപ്പിന് 1 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അളവ് കപ്പില്ലാത്തവരാണെങ്കിൽ കുറച്ച് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. കാരണം നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ച് ഇപ്പോൾ കോൺഫ്ലവർ ചേർക്കുന്നതിൽ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ കുറേശ്ശെ നോക്കി ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തവണകളായിട്ട് 1 കപ്പ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, അതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കരുത്, കുറച്ചൊരു ടൈറ്റായിട്ടുള്ള മാവായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ആ ഓയിൽ അതിൻ്റെ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് വീണ്ടും വന്നങ്ങ് കുഴച്ചെടുക്കുക. ഇനി ഇതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് പ്രത്യേകിച്ചൊരു ഷേപ്പോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പാക്കി എടുക്കുക. ഞാനിപ്പോൾ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കുപ്പിയുടെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതുമ്പോൾ ചെറുതായിട്ടൊരു ഡിസൈൻ ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അതിനിപ്പോൾ ഡിസൈനൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ കുഞ്ഞു ബോൾസായിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതെല്ലാം കുഞ്ഞു ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ നീളനുള്ള ഇതാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന മൂടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടും കുപ്പിയുടെ മൂടിയൊക്കെ വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മുഴുവനായിട്ട് ഞാനിതപ്പോൾ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പ് ചെയ്ത ശേഷം വെച്ച് കൊടുക്കുന്ന പാത്രം എന്താണോ അതിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വരണം കേട്ടോ. നല്ലോണം വെട്ടി തിളച്ച് വന്ന ശേഷം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ തിളയ്ക്കുന്നതൊന്നും നിൽക്കും കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നല്ലപോലെ ഒന്ന് തിളച്ച് വരും. ഒരു 5 മിനിറ്റ് നേരം, അതിൽ കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇടയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്ത ശേഷം നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ ഈ റെസിപ്പിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലോണം കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. കളറൊന്നും ഒരുപാട് ചേഞ്ചായി ബ്രൗൺ കളർ ആവരുത് കേട്ടോ. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക.
അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമുളകിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കരുത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാകുമ്പോൾ ഒരുപാട് അങ്ങ് എരിവ് കൂടിപ്പോണ്ട. ഈ മുളക് പൊടി ഒന്ന് ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് 1.5 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. അത് നമ്മളുടെ മക്കളുടെയൊക്കെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഇത് എത്രത്തോളം ചേർത്താൽ ഇഷ്ടമുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സോയാ സോസിൻ്റെ അളവ് കൂടിപ്പോണ്ട കേട്ടോ, അതൊരു ടേബിൾ സ്പൂൺ മതി. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ അളവിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ടയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചിലപ്പോൾ ആ പാത്രത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ കോൺഫ്ലോറും ഉരുളക്കിഴങ്ങും വെച്ചാണല്ലോ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നിച്ചുകൊണ്ട് ചിലപ്പോൾ കൊട്ടിക്കൊടുത്താൽ വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ മസാല ഈ കൊഴുക്കട്ടയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. മല്ലിയില കയ്യിലുള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയിലയും കൂടി ചേർന്ന് വരുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ മസാല കണ്ടോ ഈ കൊഴുക്കട്ടയിൽ നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കണം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കുകയും ചെയ്യരുത് കേട്ടോ. പതിയെ വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ഞാനിതപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുകയാണ്. കണ്ടോ, കാണാൻ നല്ല മൊഞ്ചായിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. സോയാ സോസിൻ്റെയൊക്കെ ടേസ്റ്റും ടൊമാറ്റോ കെച്ചപ്പിൻ്റെ മധുരം മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് ചെറിയൊരു എരിവൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെയൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവകളുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അതുപോലെ പുതുതായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരോടാണ്, ചാനലിൽ ഒരുപാട് നല്ല സ്നാക്സിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും പുഡിങ്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെ ഒക്കെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം. ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. അതുപോലെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.